മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ ഇടതുപക്ഷത്തിന്റെ കടുത്ത വിമർശകനാണ് പുതിയ ഗവർണർ ആർലേക്കർ. ഇടതുപക്ഷ ചരിത്രകാരന്മാർ ചരിത്രത്തെ വളച്ചൊടിക്കുന്നെന്നും ഇടതുപക്ഷക്കാർക്ക് രാജ്യത്തോട് കൂറില്ലെന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ബീഹാറിൽ ഗവർണറായിരിക്കെ സർക്കാർ നൽകിയ വൈസ് ചാൻസലർ നിയമന ശുപാർശ തിരിച്ചയച്ച മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി കൊമ്പുകോർത്ത സംഭവം നമുക്കറിയാം. ഡൽഹി JNUവിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാറിനെതിരായ പരാമർശവും വിവാദമായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി കനയ്യയ്ക്ക് എന്തും പറയാനാവില്ലെന്നായിരുന്നു ആർലേക്കറുടെ പരാമർശം. 1980 മുതൽ RSSലും BJPയിലും സജീവമാണ് ആർലേക്കർ. 2002 ഗോവയിൽ നിയമസഭാ അംഗമായി. 2003 BJP ഗോവ പ്രസിഡന്റായി. 2006 BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി. 2010 BJP ഗോവയിലെ വക്താവായി. 2021 ഗോവയിൽ സ്പീക്കറായി. 2015 ഗോവ പഞ്ചായത്ത് വനം മന്ത്രിയായി. 2021 ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ബീഹാർ ഗവർണറായി. അതിനുശേഷമാണ് കേരളത്തിലേക്കുള്ള ഈ വരവ്. ശാസ്ത്രീയ സംഗീതവും മറാഠി ലളിതഗാനങ്ങളുമാണ് ആർലേക്കറിന് ഏറെ ഇഷ്ടം. നാടകങ്ങളും ആസ്വദിക്കും. BCom ബിരുദധാരിയാണ്. 5.25 വർഷം സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായി ആർലേക്കർ എത്തുമ്പോൾ സർക്കാരുമായി ഏറ്റുമുട്ടാനില്ലെന്നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം പ്രഖ്യാപിച്ചത്. എങ്കിലും കരുതലോടെയാണ് സർക്കാരിന്റെ നീക്കം. ഏറ്റുമുട്ടലല്ല, സർക്കാരിനെ സഹായിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞത് അത്രയ്ക്കങ്ങ് വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബീഹാറിലും ഹിമാചലിലും ജനങ്ങൾക്കായി രാജ്ഭവന്റെ വാതിലുകൾ തുറന്നിടുകയും കോളനികളിൽ അടക്കം സന്ദർശനം നടത്തുകയും ചെയ്തത് ജനകീയരെന്ന് പേരെടുത്തയാളായതുകൊണ്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം പേരെടുത്തത്. എന്നാൽ ഈ വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്നതിൽ തൽപന്നമാണ്. സത്യാഗ്രഹത്തെ പേടിച്ചല്ല, ജനങ്ങൾ ആയുധമെടുത്തതോടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതെന്ന പ്രസംഗമാണ് ഒടുവിലത്തെ വിവാദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP നേതൃത്വമായും ബന്ധമുള്ള കറകളഞ്ഞ RSSകാരനായ ആർലേക്കറെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 1.5 വർഷം ശേഷിക്കെ കേരളത്തിലേക്ക് അയച്ചത് തന്നെ BJP വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. ഗോവയിൽ നിന്നുള്ള നേതാവായ ആർലേക്കർ ക്രൈസ്തവ സഭകളുമായുള്ള പാലമായി മാറുമെന്നതാണ് BJPയുടെ ഒരു ധാരണ. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിൽ BJPയെ അധികാരത്തിലെത്തിച്ച നേതാക്കളിൽ പ്രമുഖനാണ്. ഗോവയിൽ മന്ത്രിയായും സ്പീക്കറായും 2 ഗവർണറായും പയറ്റിത്തെളിഞ്ഞ ആർലേക്കറെ മെരുക്കുക സർക്കാരിനൊരു വെല്ലുവിളിയായിരിക്കും. പക്ഷേ BJP പ്രതീക്ഷിക്കുന്നത് പോലെ ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കൊന്നും ആർലേക്കറെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ BJPയെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJPയെ അല്ലെങ്കിൽ രാജ്യത്തെ BJPയെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് നല്ലോണം അറിയാം. ഈ ആർലേക്കർ ഗവർണറായിരുന്ന സ്ഥലങ്ങളിൽ ക്രൈസ്തവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ആക്രമണങ്ങൾ ഇതെല്ലാം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് അറിയാം. അങ്ങനെ പെട്ടെന്നൊന്നും ക്രൈസ്തവ സമൂഹത്തിനെ കയ്യിലെടുക്കാൻ ഗവർണർക്കല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ പോലും